എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവുണ്ടായിരിക്കുന്നു. വൈക്കം സ്വദേശിനിയുടെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ തുണിയുടെ അവശിഷ്ടങ്ങൾ വയറിന്റെ ഉള്ളിലായി. വൈക്കം സ്വദേശി ഷബീനയാണ് ആശുപത്രിയുടെ ഗുരുതര വീഴ്ചയ്ക്ക് ഇരയായത്. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ് പ്രകടമായതും? ആശുപത്രി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഷിനോജ്? പ്രതീക്ഷ, വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. വൈക്കം സ്വദേശിനായിട്ടുള്ള ഷബീന കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. ഈ അഡ്മിറ്റായ സമയത്ത് അവിടെ ഈ സിസേറിയനായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ നൂല് വയറിനുള്ളിലാകുന്നത്. ആ നൂലുമായി കഴിഞ്ഞ 9 മാസം ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ഈ കുടുംബം കയറിയിറങ്ങുകയായിരുന്നു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അവർ ചികിത്സയ്ക്ക് എത്തി. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 9 മാസം ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയ സമയത്ത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നോക്കിയ സമയത്താണ് ഇത്തരത്തിൽ ഈ വയറിനുള്ളിൽ, പ്രസവ സമയത്ത് ഈ വയറിനുള്ളിൽ ഇത്തരത്തിൽ നൂല് കുടുങ്ങിയതാണ്. ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ഈ നൂലാണ് ഇത്തരത്തിൽ സാധാരണ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നൂലാണ് കഴിഞ്ഞ 9 മാസമായി ഈ വൈക്കം സ്വദേശിനിയായിട്ടുള്ള ഷബീനയുടെ വയറിനുള്ളിൽ ഉണ്ടായി. എന്തായാലും ഷബീനയുടെ ഭർത്താവ് കൂടി ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവത്തിൽ? 5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറുതായിട്ട് വേദന തോന്നിയിട്ട് തടിപ്പം തോന്നിയായിരുന്നു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലായ വൈക്കത്ത് കൊണ്ടുപോയി കാണിച്ചു. വൈക്കത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇന്നപോലെ ഇതിനകത്ത് നൂലിരിപ്പുണ്ടെന്ന് അവർ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ചെയ്തെടുത്തതിന് ചെല്ലുന്നതാണ് നല്ല ഉചിതമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എറണാകുളത്ത് ആശുപത്രി ചെന്നു. എറണാകുളത്ത് ആശുപത്രി ചെന്ന് അവർ സ്കാൻ ചെയ്ത് അവർ പറഞ്ഞ് ഇത് കോട്ടയത്തേക്കൊന്നും പറഞ്ഞ് അപ്പം തന്നെ റെഫർ ചെയ്തു. കോട്ടയം ഈ സമയത്ത് ഈ ബ്ലീഡിങ് അല്ലാതെ വേറെ എന്തെങ്കിലും പഴുപ്പുണ്ടായിരുന്നു, ചെറുതായിട്ട് പഴുപ്പുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ അത് പൊട്ടിച്ച് പഴുപ്പെടുത്തായിരുന്നു. പഴുപ്പെടുത്ത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ഈ നൂല് കാണുന്നത്. അതിനുശേഷം നിങ്ങൾ അവിടെ പോയായിരുന്നോ? അതായത് ഇവിടെ ഇത്തരത്തിൽ പഴുപ്പുണ്ട് എന്നൊക്കെ അറിഞ്ഞ ശേഷം? പോയായിരുന്നു, ഒരു പ്രാവശ്യം പോയായിരുന്നു. ഇവിടെ ചെന്നപ്പോഴാണ് അവർ ഇങ്ങോട്ട് റെഫർ ചെയ്തത്. ഏത് ഡോക്ടറായിരുന്നു അവിടുത്തെ ചികിത്സ? നസറിയാന്ന് പറഞ്ഞു, എറണാകുളം ജനറൽ ആശുപത്രി ആശുപത്രിയിലുള്ള വ്യാഴാഴ്ച ഹോസ്പിറ്റലിരിക്കുന്ന ഡോക്ടർ. അവരാണ് സിസേറിയൻ നടത്തിയത്. അപ്പോൾ എല്ലാ ഇത്തരത്തിൽ ഈ നൂലകത്താണെന്ന് പറഞ്ഞ സമയത്ത് അവരെന്താണ് പറഞ്ഞത്? അതിനുശേഷം ഡോക്ടറെ കണ്ട് സംസാരിച്ചു. അവർ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് പറയുന്നുണ്ട് അവർ. അത് പറയണില്ല. എങ്ങനെയാണ് ഇതകത്ത് പോയതെന്ന് അവർ പറയുന്നില്ല. അവർ സ്കാൻ റിപ്പോർട്ട് കഴിഞ്ഞാൽ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് സംഭവം. നിങ്ങൾ ഇനി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് തീരുമാനിച്ചു. ഇപ്പോൾ ഇന്നിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ ശസ്ത്രക്രിയയായിരുന്നു അല്ലേ? ഇന്ന് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് നൂല് കണ്ടെടുത്തത്. എന്തായാലും വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നൂലിൻ്റെ നീളമൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം, നല്ല കട്ടിയുണ്ട്. കങ്കൂസിന്റെ നൂല് പോലെയൊക്കെ രീതിയിലുള്ള ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടോ ഷിനോജ്? അവരുടെ ഭാഗത്ത് എന്താണ് ഇങ്ങനെ മറ്റ് പരാതികളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? പ്രതീക്ഷ, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇന്നിപ്പോൾ ഈ ഷബീനയുടെ ശസ്ത്രക്രിയ ഇപ്പോൾ നടന്നത്. പക്ഷേ ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ഷബീനയുടെ സിസേറിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ഈ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അവിടെ എറണാകുളം ആശുപത്രിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ നടന്നിട്ടില്ല. പക്ഷേ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ചികിത്സ ഇന്ന് നടത്തിയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇത്തരത്തിൽ അത് ഈ അന്നത്തെ രീതിയിലുള്ള ഗുരുതരമായ ചികിത്സാ പിഴവ് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ നൂല് അകത്തേക്ക് പോകാൻ, വയറിനുള്ളിലേക്ക് പോകാനുള്ള കാരണമെന്നാണ്. മറ്റു രീതിയിലുള്ള ഒരു സാഹചര്യവുമില്ല. അതിനാൽ തന്നെ ഇത് ആ സമയത്തുണ്ടായ ഒരു വലിയ രീതിയിലുള്ള ഗുരുതരമായ ചികിത്സാ പിഴവ് തന്നെയാണെന്ന് ഡോക്ടർമാരൊക്കെ തന്നെ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ താജുദ്ദീൻ എന്ന് പറയുന്ന ഇപ്പോൾ സംസാരിച്ച ഷബീനയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പോലെ ഇത് കൃത്യമായ രീതിയിൽ ആ സമയത്ത് ഏത് തരത്തിലാണ് ഇത് വയറിന് ഉള്ളിലേക്ക് പോയത് എന്ന് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട്, അതായത് സിസേറിയൻ സമയത്ത് ഡോക്ടറുടെ കയ്യിൽ നിന്നോ അവരുടെ കയ്യിൽ നിന്നൊക്കെ അശ്രദ്ധമായി ഈ നൂല് ഉള്ളിലേക്ക് പോവുകയായിരുന്നു, വയറിനുള്ളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഈ പിന്നീട് ഡോക്ടറുമായി സമീപിക്കാൻ ഇവിടെ ചികിത്സ അഡ്മിറ്റാണ്. അതായത് ഇന്ന് ഞങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണെന്ന് ഈ എറണാകുളത്തെ ആശുപത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല്ല, പറഞ്ഞിട്ടില്ല. നമ്മളവർ കാണിച്ച് നമ്മളിവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യം വന്നായിരുന്നല്ലോ. ഇവിടെ 2-3 പ്രാവശ്യം വന്നതിന് ശേഷം സ്കാൻ ചെയ്ത് 2 ട്രിപ്പ് സ്കാൻ ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഇന്ന് ശസ്ത്രക്രിയക്ക് വെച്ചത്. ഇവിടെ നടത്തിയ സ്കാനിങ്ങിലാണോ ഇത്തരത്തിൽ ഈ നൂലകത്ത് കിടക്കാണെന്ന് അറിയുന്നത്? ഇവിടുത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നിങ്ങൾ എറണാകുളത്ത് പോയായിരുന്നോ? ഇല്ല, നമ്മൾ ആദ്യ റിപ്പോർട്ട് കൊണ്ട് അവിടെ പോയുള്ളൂ. കേരള ആശുപത്രി ചെന്നു. അവരെന്താ പറഞ്ഞേ? അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോളാം.
മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ വന്നു. നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം 2 സ്കാൻ ചെയ്ത് ഇന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് നൽകി. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞാൻ വന്ന് അഡ്മിറ്റായി. തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റായാണ് ഇവിടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ബ്ലീഡിങ് അല്ലാതെ എന്തെങ്കിലും? ഇല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയതായിട്ട് വേദന ഉണ്ടായിരുന്നു. വേദന ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണ് വയറിങ്ങനെ വീർത്ത് വരുന്നു. എപ്പോഴും വേദന പറയും. തടുപ്പ് പോലെ വരുന്നു. വയറ് വീർത്ത് ഇങ്ങനെ ഇരിക്കണം. എപ്പോഴും വേദനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് എന്താണ് ഉള്ളിലുള്ളതെന്ന് കാണണമെന്ന് നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടുണ്ടായി ഇന്ന്? അതെ, അത് അവിടെ പറഞ്ഞപ്പോഴത്തേക്കും എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ അവർ പറഞ്ഞു. അവിടെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ഇവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഇതേപോലെ എന്തോ നൂലെന്തോ ഉണ്ടെന്ന് പറയുകയും പിന്നെ അത് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്ന് ചെയ്തു കളഞ്ഞു. ഇന്ന് ഈ ഓപ്പറേഷൻ ശേഷം ഡോക്ടർമാർ എന്താ പറഞ്ഞേ? ഇതവിടെ ഈ സാധനം കാണിച്ചു, ഇതാണ് കിടന്നു വെച്ചതെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലേക്ക് തരിക ചെയ്തത് ഇതാണ് ഇതിനകത്ത് കിടന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നാണ്. വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിക്കെതിരെ ഉയരുന്നത്. അവിടെ സിസേറിയൻ നടത്തിയ ഡോക്ടർ നസ്രിയക്കെതിരെയാണ് ഇപ്പോൾ ഈ വൈക്കം സ്വദേശികളായിട്ടുള്ള കുടുംബം രംഗത്ത് വരുന്നത്.